നമസ്കാരം. ഇനി ബി.ജെ.പിയുടെ ദേശീയ പ്രസിഡന്റ് ആര് എന്നുള്ള ചോദ്യം രാജ്യത്താകമാനം ഉയരുന്ന ഒരു വിഷയം തന്നെയാണ്. സംസ്ഥാന നേതൃത്വം ആരെ തിരഞ്ഞെടുക്കും എന്നുള്ള ചോദ്യം ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉയർത്തിയിരുന്നു. ഇനി അടുത്ത ദേശീയ പ്രസിഡന്റ് ആരെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതിലൊരു സൂചന നൽകിയിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു നേതാവായിരിക്കും ബി.ജെ.പിയുടെ തലപ്പത്ത്. എന്നാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട 3 വനിതകൾ കൂടിയാണ്. ദേശീയ അധ്യക്ഷ തന്നെ ആയിരിക്കും ഇനി രാജ്യത്തെ ബി.ജെ.പിയെ നയിക്കുന്നത് എന്നുള്ള സൂചനയാണ് ലഭ്യമാകുന്നത്. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതയെ പരിഗണിക്കുന്നുവെന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉയർന്നു കേൾക്കുകയാണ്. കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രസിഡന്റുമാരെ ബി.ജെ.പി തീരുമാനിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് ദേശീയ പ്രസിഡന്റെ തിരഞ്ഞെടുക്കുന്നത്. RSSും ഈ ഒരു തീരുമാനത്തിനോട് അനുഭാവപൂർവമായ ഒരു പ്രതികരണം പങ്കുവയ്ക്കുന്നു എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. പാർട്ടിയുടെ പ്രധാന പദവിയിലേക്ക് പ്രധാന ചുമതല ഏറ്റെടുക്കാനായി ആരായിരിക്കും എത്തിച്ചേരുന്നത്? നിരവധി പേരുകൾ അതിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തുള്ള JP നദ്ദ നിലവിൽ കേന്ദ്ര ആരോഗ്യ വളംവകുപ്പ് മന്ത്രിയുടെ ചുമതല വഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സമയപരിധി അവസാനിച്ചിട്ടുണ്ട്. 2024 അവസാനിച്ചതാണ്. പിന്നീട് 1 വർഷത്തേക്ക് കൂടി പാർട്ടി അദ്ദേഹത്തിന് ചുമതല നൽകി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്. എന്നിരുന്നാലും അദ്ദേഹം ആ ഒരു പദവിയിൽ നിന്നും മാറുന്നു. പകരം മറ്റൊരാളെ ആ നേതൃപദവിയിലേക്ക് എത്തിക്കുമെന്ന സൂചന നേരത്തെ നൽകിയിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ദേശീയ അധ്യക്ഷനായിട്ടുള്ള JP നദ്ദയുമായി ജനറൽ സെക്രട്ടറി BL സന്തോഷുമായും ഒരു കൂടിക്കാഴ്ച നടത്തിയത്. പരിചയസമ്പത്തും പാർലമെന്ററി രംഗത്തെ മികവുമൊക്കെ പരിഗണിച്ച് മുന്നോട്ട് പോയാൽ രാജ്യത്ത് നിർമ്മല സീതാരാമൻ അടക്കം നിരവധി ആളുകളുടെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. അതിൽ മുൻതൂക്കം നിർമ്മലയ്ക്ക് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരുമ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു മികച്ച നേതാവിനെ, വനിതാ നേതാവിനെ ബി.ജെ.പി തിരഞ്ഞെടുക്കുന്നു എന്ന കാര്യത്തിന് കൂടുതൽ ഉറപ്പ് ലഭിക്കുകയാണ്. പാർട്ടിക്ക് മികച്ച അടിത്തറ ദക്ഷിണേന്ത്യയിൽ കൈവരിക്കാൻ സാധിക്കുമെന്നൊരു കണക്കുകൂട്ടലും ബി.ജെ.പിക്കുണ്ട്. പ്രത്യേകിച്ചും കേരളം, തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ, ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ വേരോട്ടം ഉറപ്പിക്കാനായി ഇതിലൂടെ സാധിക്കും. പാർട്ടി 3ാമതും അധികാരത്തിലെത്തിയതോടെ ഇപ്പോൾ പുതിയ പ്രസിഡന്റിന് വേണ്ടിയിട്ടുള്ള ചർച്ച ഒന്നുകൂടി കൊഴുക്കുകയാണ്. പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതയെ തന്നെ പരിഗണിക്കണമെന്ന കാര്യത്തിൽ അഭിപ്രായങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു കേട്ടതാണ്. കേന്ദ്രമന്ത്രിമാരടക്കം നിരവധി പേരുടെ ലിസ്റ്റ് തന്നെയാണ് ബി.ജെ.പി പരിഗണിക്കുന്നത്. അതിൽ 3 പേർ ദക്ഷിണേന്ത്യയിൽ നിന്നും. മുൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ, മുൻ കേന്ദ്രമന്ത്രിയായ D പുരന്ദേശ്വരി, കമൽഹാസനെ പരാജയപ്പെടുത്തിലൂടെ ശ്രദ്ധ നേടിയ വാനതി ശ്രീനിവാസൻ എന്നിവരെയാണ് പാർട്ടി പ്രസിഡന്റ് പദവിയിലേക്ക് കണക്കാക്കുന്നത്. വനിതാ വോട്ടർമാരിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് ബി.ജെ.പി കടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2023 വനിതാ സംവരണ ബില്ല് പാസാക്കിയതും ബി.ജെ.പി വനിതാ രാഷ്ട്രപതിയെ നിയമിച്ചതുമൊക്കെ ഈ നീക്കത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. സ്ത്രീ പ്രാതിനിധ്യം കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി എന്ന മുഖച്ഛായ രാജ്യത്താകമാനം നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമഫലമായി കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സാഹചര്യം കൂടി പരിഗണിക്കുകയാണെങ്കിൽ, അതിൽ നിന്നും വിഭിന്നമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഏവർക്കും ജനസമ്മതി നൽകുന്ന രീതിയിൽ, ഏവർക്കും താല്പര്യം നൽകുന്ന രീതിയിൽ തുല്യത എന്നുള്ളത് വാക്കുകളിലൂടെ മാത്രമല്ല പ്രവൃത്തിയിലൂടെ തന്നെ കാണിക്കുന്ന പാർട്ടിയാണ് തങ്ങളുടേത് എന്നുള്ളൊരു പ്രതിച്ഛായ വളർത്തിയെടുക്കാൻ കൂടിയാണ് ഈ നീക്കം. ഇതിൽ പ്രധാനപ്പെട്ട 3 നേതാക്കൾ, അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിർമ്മല സീതാരാമൻ 2008 ബി.ജെ.പിയിലെത്തിയ അവർ ആദ്യ മോദി സർക്കാരിൽ സാമ്പത്തിക വ്യവസായ വകുപ്പ് സഹമന്ത്രിയായിരുന്നു. 2017 കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2019 ബലാക്കോട്ട് തിരിച്ചടി നൽകിയ സമയം ചുമതല വഹിച്ചു. പിന്നീട് 2019 2ാം മോദി സർക്കാരിൽ സാമ്പത്തിക കാര്യമന്ത്രിയായി. പിന്നീട് ഇങ്ങോട്ട് കണ്ടത് ഏറ്റവും മികച്ച ഒരു ധനമന്ത്രിയെ തന്നെയായിരുന്നു. നിലവിൽ രാജ്യസഭാംഗമായിട്ടുള്ള നിർമ്മല സീതാരാമൻ 3ാം നരേന്ദ്രമോദി സർക്കാരിലും ഈ പ്രധാനപ്പെട്ട ചുമതലകൾ തന്നെയാണ് വഹിക്കുന്നത്. തമിഴ്നാട്ടിലെ മധുര സ്വദേശിനിയായ നിർമ്മല സീതാരാമൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് JP നദ്ദയെയും ബി.ജെ.പി ജനറൽ സെക്രട്ടറി BL സന്തോഷിനെയും ഈ അടുത്ത് കണ്ടത് തന്നെയാണ് ഇതിന് കൂടുതൽ ആക്കം വർദ്ധിപ്പിക്കുന്നത്. ഇനി അടുത്തതായി പറയുന്നത് ആന്ധ്രാപ്രദേശിന്റെ മുഖമായ D പുരന്ദേശ്വരിയാണ്. ബി.ജെ.പി അധ്യക്ഷയായിരുന്ന D പുരന്ദേശ്വരി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത ഏറ്റവും അധികം കൂടുതലായി പറയപ്പെടുന്നു. ആന്ധ്രാപ്രദേശിന്റെ അധ്യക്ഷ കൂടിയായിരുന്നു. ഈ അടുത്ത് ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇന്ത്യൻ നിലപാട് വിശദമാക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ അയച്ച പ്രതിനിധി സംഘത്തിൽ ഇവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കേന്ദ്രത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വനിതാ നേതാവാണെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ കോൺഗ്രസ് നേതാവായിരുന്ന പുരന്ദേശ്വരി മൻമോഹൻ സിംഗ് സർക്കാരിൽ കേന്ദ്രമന്ത്രി കൂടിയായിരുന്നു. പിന്നീട് ബി.ജെ.പിയിലെത്തി. പുരന്ദേശ്വരി രാജമുദ്രി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള അംഗം കൂടിയാണ്. അടുത്തതായി പറയപ്പെടുന്ന വാനതി ശ്രീനിവാസൻ, തമിഴ്നാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്.
മക്കൾ നീതി മയ്യം സ്ഥാപിച്ച നടൻ കമൽ ഹാസൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സംഭവം 2021 അദ്ദേഹം മത്സരിച്ചത് വലിയ തോതിൽ തന്നെ ചർച്ച ഉണ്ടായ ഒരു വിഷയം തന്നെയായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലടക്കം ചർച്ചയായിരുന്നു. അന്ന് കോയമ്പത്തൂർ സൗത്തിലായിരുന്നു കമൽ ഹാസൻ മത്സരിച്ചത്. അവിടെ പരാജയപ്പെടുത്തിയതാകട്ടെ വാനതി ശ്രീനിവാസനും. 3.5 പതിറ്റാണ്ട് കാലമായി തമിഴ്നാട്ടിലെ BJPയിലെ സജീവ സാന്നിധ്യം കൂടിയാണ് വാനതി. അതുകൊണ്ട് വാനതിയെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു നേതാവായി മാറുന്നു. 2022 BJP സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി അംഗം കൂടിയായി വാനതി മാറുകയും ചെയ്തു.